നമസ്കാരം, ലിൻഡോ ആണ്, സൂര്യകിരൺ ക്ലീൻ എനർജി. ഇന്നിപ്പോൾ എവിടെയായിരിക്കുന്ന ഒരു പുതിയൊരു പ്ലാന്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. തൃശ്ശൂർ ജില്ലയിലെ ആങ്ങണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഒരു 5 കിലോവാട്ടിൻ്റെ പ്ലാന്റാണിത്. വളരെ റീസെൻ്റ്ലി ഹൗസ് വാമിങ് കഴിഞ്ഞൊരു വീടാണിത്. ഒരു മാസം പോലും ആയിട്ടില്ല. അവിടെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. 5 കിലോവാട്ടിൻ്റെ ആക്സിടെക്കിൻ്റെ നോൺ DCR പാനൽ വെച്ച് 585 വാട്ട്സിൻ്റെ 8 പാനലും അതേപോലെ തന്നെ മൈക്രോ ഇൻവെർട്ടർ എൻഫേസ് IQ8Pയുടെ 8 ഇൻവെർട്ടേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇത് ഷീറ്റിൻ്റെ മുകളിലാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ക്ലീനിങ് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കസ്റ്റമറിന് ഇത് ക്ലീനിങ് ആയി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് നമ്മളിതിൻ്റെ വാക്ക് വേ ചെയ്താൽ മാത്രമാണ് കസ്റ്റമറിന് ഇത് വളരെ ഭംഗിയായിട്ട് വന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സേഫ്റ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഷീറ്റിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ കണ്ടാൽ തന്നെ അറിയാം അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്തിരിക്കുന്നത്, സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നമ്മൾ വെൽഡിങ് എല്ലാം ഫുൾ വെൽഡിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ലൈറ്റിനിങ് ഇറക്കുന്നത് പ്രോപ്പറായിട്ട് മോർ ദാൻ 2 മീറ്റേഴ്സ് ഹൈറ്റിലാണ് നമ്മുടെ എല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പാനൽ മാക്സിമം പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മളെല്ലാം പാനൽസ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് എങ്ങനെ പ്രഷറോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ അത് പോകാനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷൻ തന്നെ കണ്ടാൽ അറിയാം എത്രമാത്രം ഷീറ്റിൻ്റെ മുകളിൽ എത്രയും പൊക്കത്താണ് ഞാൻ നിൽക്കുന്നത്. അത്രയും സേഫായിട്ട് എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ലൊരു വീട് വയ്ക്കുമ്പോൾ സോളാറും ഒന്നിനും മോശം വരത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ജോഫിയുടെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും വില വരണതെന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. ഞാനൊരു ഉത്തരം പറഞ്ഞല്ലോ. ജോഫിയുടെ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജോഫിയേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും. അപ്പോഴാണ് ജോഫിയേട്ടൻ മനസ്സുറന്ന് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജോഫിയേട്ടൻ്റെ ചുറ്റും ചെയ്തിട്ടുണ്ട്, ജോഫിയേട്ടൻ കണ്ടിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് പറഞ്ഞു, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ഓരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ പറഞ്ഞു. എന്താണ് ജോഫിയേട്ടൻ ചെയ്ത് കഴിഞ്ഞിട്ട് ജോഫിയേട്ടൻ തോന്നുന്നത്? ഞാനിത് പലപ്പോഴായിട്ട് പല രീതിയിൽ പല സ്ഥലത്ത് അന്വേഷിച്ചു നോക്കിയിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. മുന്നേ പല യൂട്യൂബ് ചാനലുകളിലും ഞാൻ പരതി അവസാനമാണ് ഈ സൂര്യകിരൺ എന്നുള്ള ഇതിലേക്ക് എത്തുന്നത്. സൂര്യകിരൺ എത്താൻ പ്രധാന കാരണം ആ സാറുണ്ടായിരുന്നില്ല, സാറിൻ്റെ പേരിലായിരുന്നു ഞാൻ കണ്ടത്. പല റിവ്യൂ ഞാൻ കണ്ടിരുന്നു, പക്ഷെ എനിക്ക് തൃപ്തിയായിരുന്നില്ല. അങ്ങനെ ഡെനിറ്റ് സാറിനെ വിളിക്കാൻ അതിലെനിക്ക് നമ്പർ കിട്ടിയിരുന്നു. അങ്ങനെ നമ്പർ വിളിച്ച് ലിൻഡോനെ കിട്ടുകയും വർത്താനം പറഞ്ഞു വരുന്നതിനപ്പോൾ കുറച്ചും കൂടി അടുപ്പം കൂടുതൽ പരിചയക്കാരുമായി. അങ്ങനെ സംശയങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ പലപ്പോഴായിട്ടുണ്ടായിരുന്നു. ഞാൻ പല സ്ഥലത്തും കണ്ടിരുന്നു സോളാർ വെച്ചിരുന്നത്. എങ്ങനെയാണ് ഏതാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളിൽ ലിൻഡോയിൽ നിന്നാണ് അറിഞ്ഞത്. ഇങ്ങനെയാണ് ഇത് വന്നാൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വർക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണ സാറ്റിസ്ഫാക്ഷനാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ ടീമാണ്. ടീം വർക്ക് വൈസ് പെർഫോമൻസ് വളരെ നന്നായിരുന്നു. അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴായിട്ട് വന്ന് നോക്കിയിരുന്നു. ഒറ്റ ടൈം ഒരു പ്രാവശ്യം വന്ന് നോക്കേണ്ട കാര്യമില്ല. ഞാൻ പല സൈറ്റുകളിൽ ഇത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ വരേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ ടീം നന്നായിരുന്നു. അവരുടെ വർക്ക് പെർഫോമൻസ് വൈസ് ഏറ്റവും ബെസ്റ്റായിരുന്നു.